السلام عليكم ورحمة الله والصلاة والسلام على أشرف رسول الله وآل كل والصحابة الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ നിങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ അളവടിച്ചെങ്കിൽ എന്തെങ്കിലും ദുസ്വഭാവങ്ങളുണ്ടെങ്കിൽ അതിന് തിദ്ദകു വലിയൊരു കാരണമായിരിക്കും. അതിൽപ്പെട്ട ഒന്നായിരിക്കട് സാമാന്യമായിട്ട് മനുഷ്യന്മാരുടെ ഭാഗത്തിൽ പണ്ട് ഒരു വലിയൊരു തപ്പായിരിക്കട്. പക്ഷെ ഞങ്ങതിനെ കാണുമ്പോൾ ഒരു ചെറിയ വിഷയം, സില്ലി വിഷയം എല്ലാവരും ചെന്നിട്ട് എല്ലാറാക്കിയിട്ട് ലാസ്റ്റ് ഇതൊരു തപ്പേ അല്ലാ ചൊണ്ട നിലക്കാണ് ഞങ്ങൾ കണ്ടുകൊണ്ടുള്ളത്. പക്ഷെ ഇമാമികൾ കിതാബുകൾ പരിശോധിച്ച് നോക്കി കൊന്താവടെങ്കത്തെ വിഷയ ചെറിയ തപ്പെന്തുമല്ല, അത് വലിയ വന്തോഷമാണ്. വന്തോഷാച്ചെങ്കിൽ വലിയ ദോഷമായിരിക്കുന്നുണ്ടാണ് ഇമാമിങ്ങ അതിനെ സംബന്ധിച്ച് പരിപാടി കൊണ്ടുള്ളത്. അതായത് ഇനൊരു മനുഷ്യരെ സംബന്ധിച്ചിട്ട് കീഴായിട്ട് കാണ്ട്, അവൻ്റെ നിസ്സാരമായിട്ട് കാണ്ട്, അവൻ്റെ ദൂറിന് അവൻ അങ്ങനെ അവൻ ഇങ്ങനെ അവൻ സമയമില്ല അത് സമയമില്ല ഇങ്ങനെ ഇനൊരു മനുഷ്യരെ സംബന്ധിച്ചിട്ട് അവൻ്റെ കുറത്തര ഞങ്ങൾ എന്ത് ചൊല്ലെങ്കിത്ത് ഗീബത്ത് ചൊല്ലൊരു തപ്പു. ഇതെല്ലാം ഇണ്ടെങ്ങനെ ഉണ്ട് ചെന്നെങ്കിൽ അവൻ ചൊല്ലാറ് ഇവൻ ചൊല്ലാറ് നാനും ചൊല്ലാം. ആ ഒരു നിരക്ക് വന്നിട്ട് അതൊരു തപ്പേ അല്ലാ ചൊല്ലുടെ നിരക്ക് ആൾമാറട്ടെ വ്യാപകമായ ഒന്നുള്ളിൽ ഇമാമീങ്ങ വന്തോഷ കബായിർ കബായിർ ചെന്നെങ്കിൽ വന്തോഷ വലിയ ദോഷ ചെന്നിട്ട് ഇമാമിങ്ങ ഇങ്ങനത്തെ വിഷയമായിരിക്കരുത് ഞങ്ങൾ പഠിക്കൊണ്ടു. സാധാരണ തങ്ങ അവിടെ നിന്ന് മനുഷ്യരെ സംബന്ധിച്ചിട്ട് ചൊല്ലും, മനുഷ്യരെ കുറേ വിഷയങ്ങൾ ചൊല്ലുമ്പോൾ പ്രത്യേകമായിട്ട് ചൊന്നൊരു വിഷയമായിരിക്കട് ഇനോടുത്തൊരു സ്വത്തുരെ ഞങ്ങൾ എന്താക്കോ തീര കബളിസുക തീര, ഇനോടുത്തരെ സ്വത്ത് ഹറാമായ നിലക്ക് നിങ്ങൾ എടുക്കോ തീര, അത് വലിയൊരു ദോഷ ചെന്നിട്ട് അതിനൊട്ടിಗೆ വെച്ചുന്ന വിഷയമായിരിക്കടോ ഇനൊരു മനുഷ്യരെ നിങ്ങൾ കൊല്ലുക തീര. അവൻ്റെ തടിക്ക് അവൻ്റെ രക്തത്തിന് അത്രയും വിലയുണ്ട്, കൊള്ളുന്നത് വലിയ തപ്പു ചെന്നിട്ടു. അതൊരൊട്ടിಗೆ ഹബീബന റസൂലുള്ളാഹി തങ്ങൾ ചെന്നെങ്കിൽ വിഷയമായിരിക്കട് ഇനൊരുത്തരെ അഭിമാനത്തുക്ക് അവൻ്റെ മര്യാദക്ക് ഞങ്ങൾ അഡ്ഡ പറകു തീര. അവൻ്റെ ആൾക്ക് അവൻ ജീവിച്ചോണ്ടിക്കട, അതുക്ക് ഞങ്ങൾ അഡ്ഡ പറകു തീര. അപ്പൊ സ്വത്ത് ഏത് നിലക്ക് ആക്രമിക്കരുത് തപ്പ. അതേപോലെ ഇനൊരു മനുഷ്യരെ സംബന്ധിച്ചിട്ട് അവൻ്റെ കൊല്ലുള്ളത് ഏത് നിലക്ക് തപ്പ, അതേപോലത്തെ തപ്പായിട്ടാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങ ഇനൊരുത്തരെ അഭിമാന മര്യാദക്ക് അഡ്ഡവണ്ടെങ്കിൽ അതുക്ക് ഞങ്ങൾ തടസ്സമായിട്ട് പെണ്ടെങ്കിൽ ഗീബത്ത് ചൊല്ലൊരു വിഷയ, അവൻ്റെ ദൂരെ ചൊല്ലൊരു വിഷയ. ബഹുമാനപ്പെട്ട ഇമാമിങ്ങ ചൊല്ലാറ് അതിറക്കുന്ന സലഫ് സ്വാലിഹീങ്ങളായ മുൻഗാമിങ്ങളായ മഹാന്മാരെ ഞങ്ങൾ മനസ്സിലാക്കി നോക്കുമ്പോൾ അങ്ങ ഇബാദത്ത് ഉണ്ട് കണ്ടേ നോമ്പും നിസ്കാരത്തെ മാത്രം അല്ല, ഞങ്ങൾക്കിപ്പോൾ നോമ്പും നിസ്കാരം ദിക്ർ ചെന്ന സാത്തുക ഇബാദത്തൈത്ത്. പക്ഷേ സലഫ് സ്വാലിഹീങ്ങളായ മഹാന്മാർ അങ്ങ ഇബാദത്തായിട്ട് കണ്ടുകൊണ്ടിരുന്ന വെറും നോമ്പും നിസ്കാരം മാത്രം അല്ല, അൽ കഫി അന്നാസ് ആൽമാരെ മര്യാദക്ക് ആൽമാരെ ദൂരേക്ക് ആൽമാരെ നിസ്സാരപ്പെടുത്തര് അതിരെ തടഞ്ഞു നിൽക്കരുത് വലിയ ഇബാദത്തായിട്ട് കണ്ടുകൊണ്ടിരുന്നാറ്. അപ്പൊ വലിയ നിസ്കാരിച്ചത് കൊണ്ടും നോമ്പ് പിടിച്ചത് കൊണ്ടും മാത്രം ആയിട്ടില്ല നിന്റെ വലിയ ആബിദ് ആരാധനക്കാരനാ ചൊല്ലുകാവില്ല. മനസ്സിലാക്കൊരു മുഅ്മിനീങ്ങളെ ബഡ്ഡി എടുക്കടേ ചൊല്ലത് വലിയ വന്തോഷന പണ്ടേ കേട്ട വിഷയമായിട്ടിക്കട്. അത് 72 ബായിലുണ്ടോ, ബഡ്ഡിക്ക് 72 ബായിലുണ്ടോ, അതിൽപ്പെട്ട ഏറ്റവും താന്ന ഒരു ബായിലായിട്ടിക്കട്, ഏറ്റവും താന്നൊരു വിഷയമായിട്ടിക്കട് ഒരു മനുഷ്യ തൻ്റെ ഉമ്മടെ വ്യഭിചരിക്കടേ. ബഡ്ഡിയുടെ 72 ബായിൽപ്പെട്ട ഒരു ബായിലായിട്ടിക്കട് ഉമ്മടെ ഒരു മനുഷ്യ വ്യഭിചരിക്കടേ. എത്ര വലിയ തപ്പായിട്ടിക്കോ ഇത് ചൊന്നാൽ പിന്നെ ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലേ നിങ്ങൾ ഇതിനെ വലിയൊരു വിഷയമായിട്ട് കാണുവാറ് ഉമ്മടെ വ്യഭിചരിക്കടേ. പക്ഷേ അതിനെ കാണ്ടി വലിയൊരു തപ്പുണ്ടോ? ഇന്ന അർബൽ റിബ ബഡ്ഡിയുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ബഡ്ഡിയായിട്ടിക്കട് ഇസ്തിത്വാലത്തുർ റജുലി ഫീ അർളി അഖീഹി ഹബീബുനാ റസൂലുള്ളാഹി. ഇനൊരു മനുഷ്യരെ ഞങ്ങ ദൂരി നടക്കടേ, അവൻ്റെ നിസ്സാരപ്പെടുത്തര്, അവനങ്ങനെ അവനിങ്ങനെ അവൻ്റെ മക്കങ്ങനെ അവൻ്റെ സ്വത്ത് അങ്ങനെ ഇങ്ങനെ ഇനൊരു മനുഷ്യരെ
ದೂರಿ ನಡಕಡೆ ಅವಂಡು ಗಾಂಡಿ ವಿಲಿಯ ನಾನು ಅವಂಡು ಗಾಂಡಿ ಹುಷಾರು ನಂಡವಕ್ಕ ನಾನು ಅವಂಡು ಗಾಂಡಿ ವಿಲಿಯ ಹುಷಾರು ಅವನು ತಾನವನು ಅವನು അങ്ങനത്തവണോ ഇങ്ങനത്തവണോ അവൻ അങ്ങനത്തെ തപ്പാക്കടവണോ ചെന്നിട്ടു ഇനൊരു മനുഷ്യരെ സംബന്ധിച്ചിട്ട് അവന്റെ അഭിമാനത്തെ കീഴായിട്ട് കണ്ടത് നിന്റെ ഉമ്മയുടെ വ്യഭിചാരക്കെതിരെ കാണ്ടി വലിയ തപ്പുണ്ടാണ്. അഥവാ ബഡ്ഡികളെ എൽവജണ്ട് കൊടുത്തതിൽ ഏറ്റവും വലിയ ബഡ്ഡിയുണ്ട് ഹബീബന റസൂലുള്ളാഹി തങ്ങളുടെ ദോഷമായിട്ട് എണ്ണിയതായിട്ട്. ഇത് വ്യാഖ്യാനിച്ചിട്ട് ഇമാമിങ്ങൾ ചൊല്ലിട്ട് എന്ത് ലിഅന്ന നഫ്സൽ മുസ്ലിമി അഷ്റഫു മിൻ മാലിഹി ബഡ്ഡി ചൊന്നെങ്കിൽ എന്തിനായിരിക്കട് ഇതിനോടുത്തൊരു സ്വത്തുടെ ഞങ്ങൾ അക്രമമായിട്ട് തിന്നട് അത് ബഡ്ഡിയാണ്. ഇതിനോടുത്തൊരു സ്വത്താണ് ബഡ്ഡി ചൊന്ന ഞങ്ങൾ തള്ളത്. പക്ഷെ അതിനെ കാണ്ടി വലിയ വിഷയമല്ലേ ഓർമ്മ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലത് ബഡ്ഡികളെ കൂടത്തിൽ ഏറ്റവും വലിയ ബഡ്ഡി ചൊല്ല നിലക്കാണത് എണ്ണിയുണ്ടുള്ളേ. എന്തിന് ഗീബത്ത് ചൊന്നെങ്കിൽ ഗീബത്ത് ചൊന്നെങ്കിൽ എന്തിന് ചമ്മത്താൽമാരുടെ മനസ്സിൽ ഉള്ളത് ചൊന്നുണ്ടെങ്കിൽ എന്താവില്ല വാക്കിയതല്ലേ. എന്തിന് ഗീബത്ത് ചൊന്നുണ്ടായെങ്കിൽ ഗീബത്താവുന്നുണ്ടെങ്കിൽ എന്തിനു വേണം? ബഹുമാനപ്പെട്ട ഷാഫി മദ്ഹബിയുടെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചൊല്ലു ദിക്റുൽ മർഇ ബിമാ യക്റഹു ഒരു മനുഷ്യ ഇതിനോടത്തക്ക് ഇഷ്ടമില്ല അത് ചൊല്ലേ അവണ്ട് അങ്ങനെ ചൊല്ലുക അവർക്ക് ഇഷ്ടമില്ല അത് കാണു ഗീബത്തും ചൊല്ലേ. അതവണ്ട് തടിയുടെ വിഷയമായിട്ടിക്കോ തടി അവൻ്റെ തടി അങ്ങനെ അവൻ്റെ അങ്കുടൊങ്കു അവൻ മെലിഞ്ഞവണു അവൻ ഉദ്ദത്തവണു അവൻ അവൻ്റെ മുഖം ഇങ്ങനെ അവൻ്റെ മൂക്കിങ്ങനെ തടിയുടെ വിഷയമായിട്ടിക്കോ അല്ലെങ്കിൽ അവൻ്റെ ദീൻ്റെ വിഷയമായിട്ടിക്കോ അവൻ എന്തിനു നിസ്കരിക്കില്ല ബാവ അവൻ അങ്ങനത്തോണ് ബാവ അവൻ ഇങ്ങനത്തോണ് ബാവ ഇങ്ങനെ അവൻ്റെ ഒരു നിസ്സാറായിട്ട് ചൊല്ലേ. അല്ലെങ്കിൽ അവൻ്റെ ദുനിയാവുടെ വിഷയത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ അവണ്ട് അവ അങ്ങനത്തതാ അവണ്ട് അവ ഇങ്ങനത്തതാ അവ അങ്ങനെ ഇങ്ങനെ ഉണ്ട് അവ ഔത്ത വിഷയ ദുനിയാവുടെ വിഷയ. അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം ഇങ്ങനെ ബാവ അവൻ ഇങ്ങനത്തെ സ്വഭാവത്തവണു അവനൊരു അങ്ങനത്തവണു അവൻ ഇങ്ങനത്തവണു അവൻ ബഖീല് ഇങ്ങനെ അവൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ചിട്ട്. അല്ലെങ്കിൽ അവൻ്റെ സ്വത്ത് അങ്ങനത്തത് അവൻ്റെ സ്വത്ത് ഇങ്ങനത്തത്. ഈ നിലക്ക് ഒരു മനുഷ്യരുടെ ദൂരേജ് നിങ്ങൾ അവൻ്റെ തടിരെ മാത്രമല്ല അവനുമായി ബന്ധപ്പെട്ട ഈ ഇതുപോലത്തെ വിഷയങ്ങളെ ദൂരത് അവനക്ക് ഇഷ്ടമില്ലാത്ത ചൊല്ലതിനെ സംബന്ധിച്ചിട്ടാണ് ഗീബത്ത് ചൊല്ലേ. ഇതൊക്കെ കിട്ടിയ ശിക്ഷകൾ ചെറിയ ശിക്ഷ എന്തുമല്ല. ആഖിറത്ത് പോയേണ്ടെങ്കിൽ ഗീബത്ത് ചൊന്ന് നമുക്ക് കൊടുക്കുന്ന ശിക്ഷ അത് വൻ ശിക്ഷയായിരിക്കും. ദുനിയാവിലെ പലപ്പോഴും ഗീബത്ത് ചൊന്ന് നമുക്ക് അല്ലാഹു തആല കൊടുക്കുന്നുണ്ടാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു വലിയ ഫഖീഹാണ്, വലിയ പണ്ഡിതനാണ്. ആ മഹാന്റെ കാലത്തിൽ ഒരു പെണ്ണ് ഇന്നാള് റായത്തില് മുഗസ്സില തഗ്സിലുൽ മർഅത മയ്യിത മയ്യിത്ത് സംസ്കരിക്കും മയ്യിത്ത് കുളിപാട പോണ്ട് അങ്ങനത്തെ പെണ്ണിന്റെ സ്വരം മയ്യിത്ത് കുളിപാടേ നല്ലൊരു സ്വറാക്കടെ പെണ്ണാണ്. ഒരു നാൾ ഒരു പെണ്ണിങ്ങളെ മയ്യിത്ത് കുളിപാടുമ്പോ മേലിങ്ങനെ തേച്ചോണ്ടിക്കുമ്പോ ആ ഈ പെണ്ണിന്റെ മയ്യിത്തിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് പോണ്ടോ മനസ്സിലിങ്ങനെ ചൊല്ലോ എത്ര വ്യഭിചാരാക്കിട്ടിക്കുവാള് ഈ മയ്യിത്ത് ഈ പെണ്ണ് മയ്യിത്തായ പെണ്ണിനെ സംബന്ധിച്ചിട്ടൊരു മനസ്സിലോട് ചൊന്നേ ഈ പെണ്ണ് എത്ര വലിയ വ്യഭിചാരകാർത്തിയായിട്ടിക്കുവാള് ഇത്തരമേ ചൊന്നതേ ഉള്ളേ. പിന്നെ ആ മേലിൽ വെച്ച് കൈയെടുക്കുകയോണ്ടില്ല പത്തി പിടിച്ചിട്ടുണ്ടോ അയസ്കാന്ത ബലി പോലെ വലിച്ചിട്ടുണ്ടോ എടുക്കുകയോണ്ടില്ല. ഡോക്ടർമാരെ വെളിപാട്ടിയാറ് പത്തി പിടിച്ച കൈയുടെ എടുക്കോ വേണ്ടി ഡോക്ടർമാരെ വെളിപാട്ടിയാറ് ഒരു ഡോക്ടർക്കും എലിക്ക് എടുക്കുകയോണ്ടില്ല. ഡോക്ടർമാർ ചൊല്ലേ ഒന്നോ ഈ പെണ്ണിടെ കൈ മുറിക്കണോ അല്ല മയ്യിത്തിരെ എറിച്ചെടുക്കണോ ഇത് രണ്ടേ പരിഹാരം ഉള്ളേ. പിന്നത്തെ പരിഹാരം ഉസ്താദുമാരിട്ട് പോയാർ ഉസ്താദെ എന്താക്കണോ കുറെ ഉസ്താദുമാരുടെ ഫത്വ കേട്ടാർ ഉസ്താദുമാർ ചിലാല് ചൊല്ലേ ഈ പെണ്ണിടെ കൈ മുറിക്കാ കാരണം മയ്യിത്തുക്ക് ഹുറുമത്ത് യാറ ഉള്ളേ. ചില ആൾക്കാർ ചൊല്ലയില്ല ഹയാത്തുള്ള പെണ്ണല്ലേ ഈമിടെ വേണ്ട ഞങ്ങൾ മയ്യിത്തിരമേ ഇറച്ചി മുറിക്കാ. അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് അണ്ടത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ മഹാന്റെ പോയിട്ട് ചോദ്യം പോയിട്ട് ഇങ്ങനൊരായ സംഭവമാണ് പെണ്ണിടെ കൈയെടുക്കുകയോണ്ടില്ല മയ്യിത്തിന് മേലുണ്ട് ചോദ്യത്തിന് ഉത്തരം കിട്ടിയോണ്ടില്ല. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ആ പെണ്ണിടെ വിളിച്ചിട്ട് കേടുത്ത് മാതാ കുൽതി ഫീ ഹഖിൽ മയ്യിത ആ ടൈമിൽ ഈ പെണ്ണ് ചൊല്ലോ ഈ പെണ്ണിടെ മയ്യിത്തിന് കുലിപാടുമ്പോ നന്റെ മനസ്സിൽ വന്ന് ഈ പെണ്ണ് എത്ര വ്യഭിചരിച്ചിരിക്കുവാളാ ചെന്നിട്ടൊരു മനസ്സിൽ ഞാൻ ചെന്നുപോയ അപ്പ മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലോ ഇത് വെഞ്ചലാണ് ചൊന്നേ ഈ പെണ്ണിടെ സംബന്ധിച്ചിട്ട് ബെടക്ക് അഭിപ്രായമാണ് ചൊന്ന ഖദ്ഫ് വെഞ്ചല് സിനാരോപണമാണാക്കിയത്. ഈ പെണ്ണിടെ കൈ ഇനി എടുക്കലുണ്ടായെങ്കിൽ നിങ്ങൾ മുറിക്കണ്ട എന്തുമാക്കണ്ട ആ പെണ്ണുക എമ്പോ അടി നിങ്ങൾ അടിക്കോറൂ
അടിച്ച സാത്തുക്ക് പിന്നെ എല്ലാത്തുക്കും പരിഹാരം കിട്ടേ. അങ്ങനെ ആ ശരീഅത്തിന്റെ നിയമപ്രകാരം 80 അടി വ്യഭിചാരോപണാക്കിയാൾക്ക് 80 അടി കിട്ടണോ. 80 അടി അടിക്കലോടുകൂടെ സുബ്ഹാനല്ലാഹ് ഫംഫസലത് യദുഹാ അൻ ജസദിൽ മയ്യിത, മരിച്ച ആ പെണ്ണിടെ തടിയുമായിട്ട് കൈ പിടിച്ച് ഗമ്മു പോലെ പത്തി പിടിച്ച കൈ 80ാമത്തെ അടിയോടുകൂടെ ഇങ്ങനെ ഇളകിട്ട് വന്ന്. അത്രയും അള്ളാഹു ദുനിയാവിലെ പലപ്പോഴും കൊടുക്കൂടെ ശിക്ഷമാണ്. എന്തായിട്ടിക്കട് ഇനൊരാൾ അത് മരിച്ച മയ്യിതാവട്ടെ ഹയാത്തുള്ള ആളാട്ടെ അയാളെ നിസ്സാരപ്പെടുത്തരേ ദൂരേ എവിടുത്തോളം കൊണ്ടുണ്ട. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കാലത്തിൽ ഗീബത്ത് ആരെങ്കിലും ചൊന്നെങ്കിൽ ആരെങ്കിലും ദൂരെ ഉണ്ടായെങ്കിൽ അപ്പമേ അവിടെ ഒരു ബെടക്ക് നാത്ത പറൂള. ഗീബത്ത് ചെന്ന സാത്തുക്ക് ദൂരിയ സാത്തുക്ക് ആ മജ്ലിസിലെ ഒരെന്തായിട്ടിക്കട് നാത്ത അടിരവന്റെ കാത്ര നാത്തല്ല, പ്രത്യേകമായ ഒരു ചകത്തെ നാത്ത പോലെ ഒരു ചകത്തെ നാത്ത പോലത്തെ ഒരു നാത്ത പൊറു ഉണ്ടായിട്ടിക്കട്. അത് അപ്പമേ കൊണ്ടായിട്ടുണ്ടായിട്ടിക്കട്. പിന്നെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി അള്ളാഹുന്ന് ചൊല്ലിട്ട് നബി തങ്ങളുടെ കാലത്ത് അങ്ങനെ ആയിട്ടുണ്ടായെങ്കിൽ ഞങ്ങളെ ഇന്നത്തെ കാലത്ത് ഗീബത്ത് അതിരകാണ്ടി വരിക നാറോണല്ലേ. പക്ഷേ നാരിയോണ്ടുണ്ടോ യാറായിട്ടാകുമ്പോ നാത്ത യാറായിട്ടാകുമ്പോൾ നമുക്കും തായോണ്ടില്ല അങ്ങനെ ഇക്കടല്ലേ. അത് നല്ലൊരു സെന്റിനിങ്ങ എപ്പോഴും ഒരു സെന്റ് ഇട്ടുണ്ടെങ്കിൽ ആ സെന്റ് ഇട്ടാൽ അത് മണക്കല്ലേ, അതേ സെന്റ് യൂസ് ആക്കിയെങ്കിൽ. ഇതുപോലെ ഒരു നാത്ത ഒരു മനുഷ്യക്ക് അടിച്ചുകൊണ്ടിരുന്നെ പിന്നെ നാത്ത മേക്കല്ലോ ഉണ്ട് മൂക്കു അങ്ങനെ ആയിട്ട് പോയിട്ടുണ്ടാണ്. എവിടുത്തോലോ ഒരു മനുഷ്യ ഗീബത്ത് ചൊന്നുണ്ടായെങ്കിൽ ഞങ്ങൾ ഗീബത്ത് ചൊന്ന ആൾ കയ്യല്ലേ ദൂരിയത് കൊണ്ടിരുന്നെങ്കിൽ പോയിട്ട് മാഫ് കേൾക്കോടും നിന്റെ ഇങ്ങനെ ചൊന്നര തപ്പയിട്ടുണ്ട്. അതാണ് അതിലെ തൗബ. അങ്ങനെ തൗബ ആക്കിയെങ്കും ഈ മനുഷ്യർ ആഹൃത പോയിട്ടുണ്ടായെങ്കിൽ സ്വർഗത്തുക ലാസ്റ്റ് കിടക്കിടാറായിട്ട് ഗീബത്ത് ചൊന്ന ആള് സ്വർഗത്തുക ലാസ്റ്റ് കിടക്കിടേണ്ടായിരിക്കും. അതും ഒരു ശിക്ഷ. തൗബ ആക്കിയെങ്കും അങ്ങനത്തെ ഒരു ശിക്ഷ. കാത്ത് ലാസ്റ്റ് സ്വർഗത്ത് പോണ്ടേണ്ട്. അതേപോലെ ഗീബത്ത് ചൊല്ലു ഹറാമായതുപോലെ ഗീബത്ത് കേക്കും ഹറാം. ഇനൊരുത്തരെ ദൂരത് കേക്കുക ഹറാമു. അതിക്ക് എന്താക്കണം? ഗീബത്ത് കേട്ടുണ്ടായെങ്കിൽ ഒന്ന് ആ മജ്ലിസിലെ പലക്കെ ചേഞ്ച് ആക്കണം. വിഷയത്തപ്പമേ ചേഞ്ച് ആക്കിയിട്ട് വേറെ വിഷയത്തിൽ കിടക്ക് പാട്ടണം. അല്ലെങ്കിൽ ചൊല്ലണം ഈ ചൊല്ലണ ദൂരണ്ടതിൽ ഇപ്പാട്ട് ബാവ എത്ര ചൊല്ലേ ഞങ്ങൾ ചൊല്ല എത്ര ചൊല്ലുണ്ട്. ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളെ ദൂരെങ്കിൽ ഞങ്ങൾ ചൊല്ല മയില ചെന്നിട്ട് നേരെ ഞങ്ങൾക്ക് വർഷമുള്ള ചൊന്നുണ്ടെങ്കിൽ ഇന്നും ചൊല്ലു ഓണും കൂട്ടാ. ഇങ്ങനെയാണ് ഞങ്ങളെ സ്വഭാവം. അങ്ങനെയുള്ള ആരെ ദൂരെയെങ്കും അവിടെ നിപ്പാട്ടണു, ബായി കൊണ്ട് നിപ്പാട്ടണു. എന്തുമല്ല കൽബ് കൊണ്ട് എതിർക്കണോ, ആ മജ്ലിസിന് പുറത്തു പോകണു. അതും ഒരു ഹറാമുണ്ടായിട്ടിക്കട്. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലേ നാളെ ആഖിറത്ത് പോയിണ്ടെങ്കിൽ 4 ആൾ ഈ 4 ആള് നരകത്തിലിക്കുവാറ്. പക്ഷെ ഈ നരകത്തെ എല്ലാവരും ഈ 4 ആളുടെ ശിക്ഷയുടെയും അങ്ങനെ തടിക്ക് കൊടുത്ത ശിക്ഷ കൊണ്ടുണ്ടായ നാത്തത്തെ സംബന്ധിച്ചിട്ട് വല്ലാത്ത ഇടങ്ങേറ് അനുഭവിച്ചുകൊണ്ടിരിക്കുവാറുണ്ടായിരിക്കണം. നരകവാസികളെ ചൊല്ലേ എന്തൊരു നാത്തഭാവ ഇങ്ങലേണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മനുഷ്യന്മാരെ ഇറച്ചി തിന്നടങ്ങ അഥവാ ഗീബത്ത് ചൊല്ലടങ്ങ. അങ്ങ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്ത് കൊടുക്കടെ ഇങ്ങനെ നാത്തത്തെ ഒരിക്കലും ആർക്കും സഹിക്കാവില്ല. അത്രയും നാത്തമാണ്. അതേപോലെ ബഹുമാനപ്പെട്ട ഗീബത്ത് ചൊന്നുണ്ടായെങ്കിൽ ഹസൻ റളിയല്ലാഹു ആരെങ്കിലും ഗീബത്ത് ചൊന്നുണ്ടായെങ്കിൽ അയാൾ എന്താക്കടെ കൊന്നിട്ട് ഹദിയ കൊടുത്തുണ്ടായിരിക്കട്. അയാളാരെ ഗീബത്ത് ചൊന്ന് കൊണ്ടായിട്ട് ഹദിയ കൊടുത്ത് എന്തേ നിന്റെ കുറെ ഹസനാത്ത് നക്കിടിത്ത് നീക്കാക്കിയ നിസ്കാരം നിന്റെ കുറെ നന്മകൾ നന്റെ ആകൃതി കിട്ടി അതുകൊണ്ട് നിനക്ക് നീ ആക്കി ഹെൽപ്പായിട്ടിക്കട്. ഇത് എനിക്കൊരു ഗിഫ്റ്റ് നന്റെ വകയല്ലേ ചെന്നിട്ടു. നന്റെ ആകൃതിക്ക് നീ അല്ല വിജയത്തെ കാരണ ചെന്നിട്ടു. ഇത്രയും വലിയ മഹാന്മാർ പണ്ടത്തെ എന്താക്കി സ്വന്തത്തെ ദൂരെ ഗ്യാരാക്കേണ്ടില്ല എന്ന് ഇനൊരുത്തര ദൂരം അത്ര വില തപ്പായിട്ട് കണ്ടുകൊണ്ടിരുന്നാണ്. അള്ളാഹു സ്വഭാവങ്ങൾ നല്ലാക്കുകൂ, സ്വഭാവ തിദ്ദകൂ ഈ പരിശുദ്ധമായ റമദാൻ കാരണമാക്കി തരുമാറാകട്ടെ. ആരൊക്കെ വന്നു പോയിട്ട് നിങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. നല്ല നിലക്ക് ജീവിക്കുക, ഇസ്ലാം ചെന്ന പ്രകാരം ജീവിക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഫളലി സ്വല്ലല്ലാഹു അലൈഹി